നമ്മൾ കഴിഞ്ഞ തവണ വന്ന പോലൊന്നുമല്ല. ദിസ് ഈസ് ദ ഹോളി ഗ്രെയിൽ ഓഫ് കാർ. Normal, euphoric, man. It's like man, machine, the road. If you love speed, must. S5 അല്ലേ? ബ്രേക്ക് ഡൗൺ ആയി കിടക്കണം. പക്ഷെ ഞാൻ കാരണം അല്ല അത്. And how was Vijay bro in the car? I think he was shitting brake. Oh man, ഉള്ളതിൽ ഏറ്റവും റോ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്നുള്ളത് കോയമ്പത്തൂരുള്ള കരി മോട്ടോർ സ്പോർട്സിലാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഡേ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡോക്ടർ ഡ്രൈവിൻ്റെ ഫാൻസാണ് അല്ലെങ്കിൽ ഡോക്ടർ ഡ്രൈവിൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം, ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം വി ആർ ഹിയർ ഇൻ കരി മോട്ടോർ സ്പോർട്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്കിൽ ഓടിക്കാൻ വരുന്ന ആദ്യമായിട്ടല്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കാർ അവിടെ നമ്മുടെ 3 സീരീസ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്, ഞാനത് എടുക്കുന്നില്ല. ഞാനിന്ന് ഇവരുടെയൊക്കെ കൂടുതൽ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്. അതിനുള്ളൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ വന്ന പോലൊന്നുമല്ല, ദിസ് ഈസ് ദ ഹോളി ഗ്രെയിൽ ഓഫ് കാർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് കാറുകൾ ഇവിടെ ഉണ്ട്. കണ്ട ഫസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലംബോഗിനി കിടപ്പുണ്ട്, ഹുറക്കാനാണ്. അത് ജോൺ അലക്കാസിൻ്റെ അറിയായിരിക്കില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആണ്. ഈ കിടക്കുന്നത് അറിയാമോ, നമ്മുടെ പോർഷിൻ്റെ GT3 RS ആഷിഖ് താറിൻ്റെ വണ്ടിയാണ്. ഇതൊന്ന് ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കിടക്കുന്ന വൈറ്റ് മുതലെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ മക്ലറിൻ്റെ അട്രയാണ് ഈ കിടക്കുന്ന മോഡലെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത നമ്മുടെ ലോട്ടസിൻ്റെ എമീറ കിടപ്പുണ്ട്. ആ കിടക്കുന്ന ഒരു M2 ആണ്, M2 കോമ്പറ്റീഷൻ. അത് ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സ്റ്റോക്ക് കാർ. അത് ഒട്ടും സ്റ്റോക്കല്ല, ദാറ്റ്സ് ലൈക്ക് എ റിയലി അഗ്രസീവ് ആയിട്ടുള്ളൊരു ബീസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ട്രാക്കിൽ നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് M2 ആണ്. നമ്മുടെ കൂടുതൽ താണ്ട് GT4 RS മാനുവൽ വരുന്നുണ്ട്. അവിടെ താണ്ട് ഒരു GT3 RS ഒരു പുളി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഒരു കരേറസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു M2-ൻ്റെ ബ്ലാസ്റ്റും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പടക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ട കാറുകളുടെ എണ്ണം വീണ്ടും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഒരു പോർഷയുടെ 911 കിടപ്പുണ്ട്. ഇത് കരേറ S ആണ്. അതുകൊണ്ട് നോർമൽ ഒരു പോർഷ് കിടപ്പുണ്ട്, 911 തന്നെ. കരേറ S അല്ല, ഇപ്പോൾ ഉള്ള കരേറ ഉള്ളല്ലോ, ഇപ്പോൾ കരേറയാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ വിജയ് ബ്രോയുടെ തന്നെയാണ്. പിന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം, നമ്മുടെ GT4-ൻ്റെ മാനുവൽ. ഈ കിടക്കുന്ന മുതലെന്ന് പറയുന്നത് മാനുവൽ. നമ്മൾ M2 ഡ്രൈവ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടു കാണാം, മാനുവലിലുള്ള കുറേ ക്ലിപ്സിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്നിട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പേ കണ്ട ലംബോഗിനി കിടപ്പുണ്ട്, നമ്മുടെ 911 GT3 RS കിടപ്പുണ്ട്, മക്ലറൻ കിടപ്പുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ലോട്ടസ് കിടപ്പുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് M2 ദാറ്റ് വി ഡ്രൂവ് ഇൻ. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗോണ എക്സ്പീരിയൻസ് ലിറ്റിൽ മോർ കാർസ്. നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി വി വിൽ ഡ്രോവ് ഇൻ, അല്ലെങ്കിൽ നമ്മൾ വി വിൽ എക്സ്പീരിയൻസ് ലംബോഗിനി, വി വിൽ ട്രൈ ടു എക്സ്പീരിയൻസ് GT3 RS ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡൺ. നമ്മൾ പണ്ടത്തെ ട്രാക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ 6 മാധവൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ വിജയ് മൂലൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ പുതിയൊരു ഫിലിം വരുന്നുണ്ട്. റോക്കറ്ററൊക്കെ ആയിരുന്നു അവരുടെ ഫസ്റ്റ് ഫിലിം. അപ്പോൾ അടുത്തൊരു ഫിലിം വരുന്നുണ്ട് JD നായിഡുവിനെ കുറിച്ചിട്ട്, JDN എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സോ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ടി. ആൻഡ് വി ആർ ഓൾസോ ലൈക്ക് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ സെയിം. உன்ன மாதிரி ஆளுங்களுக்குலாம் ஒரே கதை தானே. நான் கீழே இருந்தேன், தெருநாயா இருந்தேன், இது செஞ்சு அது செஞ்சு பெரிய ஆள் ஆகிட்டேன். அந்த கதை தானே.
MP15 yellow flag, come on, MP15 yellow flag, MP 0.1 yellow flag. Yellow flag. അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല ലംബോഗിനി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓ മാൻ, ഉള്ളതിൽ ഏറ്റവും റോ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So Maddie bro, how was the experience? I was phenomenal, euphoric, man. It's like man, machine, the road, the turns, catching it. I'm doing it for the first time today, so I acted like a really good driver. And how was Vijay bro in the car? I think he was shitting brake. He was behaving very brave, but hey, he was driving there. He was doing all that. It was good fun. Thank you so much. Pleasure. എങ്ങനെയുണ്ടായിരുന്നു ശോഭ Awesome, എക്സ്പീരിയൻസ്? it was too good, man. Too good. Like, you need to try this. Like, if you love speed, must. അതാണോ ലംബോഗിനി ആണോ? That one. Seriously? Yeah. That was adrenaline, like a right? different ഒരു റൈഡറിന്റെ ഒരു ഫീല് ഭയങ്കര കിടിലം. അത് വേറെ തന്നെ. Like, I can't tell you. You need to experience this. വിജയ് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പൊളി ഇഷ്ടപ്പെട്ടോ? സ്വന്തം വണ്ടി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഏതാ ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നത്? എൻ്റെ അതേ ജാഗ് തന്നെ. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്ന് ഏതാ ഡ്രൈവ് ചെയ്ത് അവിടെ ഓടി അവിടെ S5 അല്ലേ? ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വണ്ടി. പക്ഷെ ഞാൻ കാരണമല്ല അത് ഞാൻ കാരണമല്ല. അങ്ങനെ 2-3 പ്രാവശ്യം ആൾക്കാരെ കൊണ്ട് അവസാനം ഓവർ ഹീറ്റ് ആയി ടയർ പോയി കിടക്കുകയാണ്. So yeah, I mean, it was great. It was good fun. All these people and thanks to Moolan. വിജയ് മോളി, Vijay Moolan and his idea to bring all his friends out here. And the GD Naidu crew also. So it was a good day. It was a good fun day. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ എന്നിട്ട് ജസ്റ്റ് ഗ്ലാസ് വെച്ചേക്കാം. അതായത് വിജയ് ബ്രോയുടെ ഇവൻ്റ് ആയിരുന്നു. പ്രോപ്പറായിട്ട് അവരുടെ ആ ഒരു JDN എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഒരു ടീം ഫുള്ള് താണ്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താണ്ട് മാഡി ബ്രോ ഉണ്ട്, തുഷാര ഉണ്ട്. അങ്ങനെ ലൈക്ക് ദർ ആർ സോ മെനി പീപ്പിൾസ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വണ്ടി ഭ്രാന്തന്മാരായിട്ട് ആൾക്കാരുണ്ട്. നമുക്കെല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. 2-3 മോഡൽസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ബിറ്റും കാര്യങ്ങളൊക്കെ താണ്ട് നമ്മുടെ അഖിൽ B-റോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ വൺ ഹെൽ ഓഫ് ആൻ ഇവൻ. ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ സോ ഡാം എക്സൈറ്റഡ് ഫോർ ദ മൂവി. അപ്പോൾ അതാണ്ട് വേറൊരു അടിപൊളി മുതൽ ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഇവിടെ തന്നെ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മളിത് എനിക്ക് തോന്നുന്നു 1.6 ലിറ്ററാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് സ്ക്രാപ്പ് ചെയ്ത് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. ഇത് ഓടിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയില്ല. കാരണം കയറണമെങ്കിൽ ആ സ്യൂട്ടും കാര്യങ്ങളൊക്കെ വലിച്ചിടണം. ഈ വണ്ണം വെച്ചുകൊണ്ട് ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഭൂമി കളിക്കുന്നത് ബൂം ബൂം സൗണ്ടാണ്. അകലോണ്ട് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അവൻ എടുത്തോ കിട്ടിയില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ശോഭയുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ട്. ഇതൊരു വൺ ഹെൽ ഓഫ് എ മെഷീനാണ്. നമ്മൾ ബാക്കി വെഹിക്കിൾസിലൊക്കെ കയറുമ്പോൾ കുറച്ചുകൂടി ഒരു മൈൽഡായിട്ട് നമുക്ക് അത്ര അഗ്രഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ദോസ് കാർസ് ആർ ലൈക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കും ഭയങ്കര സ്പീഡും തോന്നുന്നില്ലേ. നമ്മൾ അകത്തിരിക്കുമ്പോൾ നമ്മൾ അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ലാത്ത രീതിയിലാണ് ബാക്കി വെഹിക്കിൾസൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റോ. അതാണ് ഡിഫറൻസ്. അപ്പോൾ ദിസ് ഈസ് ഫ്രോം മൈ സൈഡ്. ഞാൻ ഒന്നും കൂടെ വൺസ് അഗൈൻ ഐ എം സൈനിങ് ഔട്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.